ഹായ് അസ്സലാമലൈക്കും. കിസൽ കസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് തന്നെ കേക്കിൻ്റെ ഷോപ്പിൻ്റെ വീഡിയോയിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കേക്കിന് കുറച്ച് സാധനമെല്ലാം വാങ്ങാൻ പോയിട്ടുണ്ടതിന് കുറച്ച് വലിയൊരു ഓർഡർ, ഒരു ബർത്ത്ഡേ പാർട്ടീൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാധനമെല്ലാം വാങ്ങാൻ കുറച്ച് വലിയ 4 കിലോൻ്റെ എല്ലാം ഓർഡർ ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസെല്ലാം വാങ്ങാൻ പോയത് 4 കിലോൻ്റെയും 2 കിലോൻ്റെയും 2 ടയർ കേക്ക്, അങ്ങനെ പിന്നെ സ്ക്വയർ കേക്കും വേണ്ടതുണ്ടവർക്ക്. അങ്ങനെല്ലാം പോയിട്ട് സാധനമെല്ലാം വാങ്ങിയിട്ട് ഇത് കേക്കെല്ലാം ആക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുക്കുന്ന് പത്തലും കറിയെല്ലാം ആക്കുന്നുണ്ട്. പിന്നെ 2 ടയർ കേക്ക് അത് പറഞ്ഞിട്ടുണ്ടതിന് ബട്ടർ സ്കോച്ച്. പിന്നെ ഈ 4 കിലോൻ്റെ കേക്ക് ഉണ്ടത് അത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ അതെല്ലാം ആക്കിയിട്ട് മുന്നത്തെ തന്നെ ഞാൻ സെറ്റാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് എന്താ പറഞ്ഞെങ്കിൽ 2 ടയർ കേക്കല്ലേ, അപ്പോൾ നല്ല സെറ്റായില്ലെങ്കിൽ ടയർ സ്റ്റാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാനും അതിൽ തന്നെ വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഇത് 4 kg കേക്ക് ഞാൻ പിറ്റേ ദിവസം രാവിലെ അത് 12 മണിക്ക് കൊടുക്കണ്ടേ, അപ്പോൾ രാവിലെ തന്നെ ആക്കി. എന്താ പറഞ്ഞെങ്കിൽ രാവിലെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ കഴിയുമെന്നൊരു ഡൗട്ട് ഉണ്ടായിന്. പിന്നെ ഇങ്ങനെയെല്ലാം വെച്ച് വെക്കുമ്പോൾ കുറച്ചെല്ലാം ക്രീമെല്ലാം പോയി എന്തെങ്കിലും മുട്ടൻ്റെ ട്രേ എല്ലാം ഉണ്ടാകില്ല, അതിലെല്ലാം മുട്ടിയിട്ട് പിന്നെ മുട്ടൻ്റെ ട്രേ എല്ലാം എടുത്ത് അങ്ങനെ എല്ലാം ആക്കി അതെല്ലാം കൊടുത്ത് 12 മണിയാണ്. പിന്നെ അതിന് ശേഷമുള്ള ഇത് പണി, ആ സാധനമെല്ലാം കవ్വാനെല്ലാം പണിയെന്നല്ലെങ്കിൽ അങ്ങനത്തെ പണി. പിന്നെ അതിന് ശേഷം പിന്നെ ഒരു 1/2 കിലോ ഒരു കേക്ക് ഉണ്ടായിരുന്നു, ഒരു ബർത്ത്ഡേൻ്റെ കേക്ക്, ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള. അതിന് ശേഷം അതും ആക്കി അതും കൊടുത്തു അൽഹംദുലില്ലാ. പിന്നെ ഞങ്ങൾക്ക് വേറെ പിന്നെ ഞാൻ 2 ടബ് കേക്കും ആക്കിയിട്ടുണ്ടായിരുന്നു ബട്ടർ സ്കോച്ചിൻ്റെ തന്നെ. പിന്നെ അതിന് ശേഷം ഉണ്ടായത് കുറച്ച് ഉന്നക്കായിൻ്റെ എല്ലാം ഓർഡർ ഉണ്ടായിന്, ഉന്നക്കായിൻ്റെ ഓർഡർ, പിന്നെ കടല കാച്ചിയത്, പിന്നെ ബാട്ട് വത്തൽ 1.5 കിലോ ബാട്ട് വത്തൽ ഉണ്ടായിന്. അങ്ങനെ ഉന്നക്കായി ആക്കി കടല കാച്ചി പിന്നെ ബാട്ട് വത്തൽ, അതിന് ശേഷം ബാട്ട് വത്തൽ ഉണ്ടായത്. അപ്പോൾ ബാട്ട് വത്തലിന് ഇത് പുതുക്കിയിട്ട് തേങ്ങയെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 1.5 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ 1.5 കിലോ ഒന്നാക്കുമ്പോൾ അല്ല ഭയങ്കര വിലയാണ്. അപ്പോൾ ഞാൻ എന്താക്കല് പറഞ്ഞെങ്കിൽ 1 കിലോ ആക്കിയിട്ട് ആക്കല. 1 കിലോൻ്റെ പാക്കറ്റ് തന്നെ അവർക്ക് ആക്കേണ്ടതും. അപ്പോൾ 1 കിലോൻ്റെ ഈ 2 അപ്പോൾ ഈ 2 മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നിൽ ഈ 2 പാട്ട ഇതാക്കിയിട്ട് പോത്തിയിട്ട് അങ്ങനെ അരച്ചിട്ട് തന്നെ ആക്കൽ. പിന്നെ അതിന് ശേഷം ഇത് ഞങ്ങൾക്കല്ല 2 ടയറിൻ്റെ വേറൊരു കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിന്. ഇതിൻ്റെ കഥ പറഞ്ഞെങ്കിൽ എല്ലാം ആക്കിയിട്ട് ഞാൻ ഫ്രോസ്റ്റ് ആക്കാൻ കീയുമ്പോൾ ഓർ പറയുന്നത് ഓർഡർ ക്യാൻസൽ. ഞാൻ വൈകുന്നേരം വരെ ഓരോട് ചോദിച്ചിന് ഓർഡർ കൺഫേം അല്ലേന്ന്. അപ്പോൾ എല്ലാം ഓർ പറഞ്ഞിന് കൺഫേം. ഇത് പിന്നെ ഇതെല്ലാം പാക്കെല്ലാം ആക്കി അതിന് ശേഷം അത് ഡെലിവറി ആക്കി. അങ്ങനെ ഈ കേക്ക് എന്താക്കേണ്ടത്, ഈ 1.5 കിലോൻ്റെ കേക്കെല്ലാം നമുക്ക് ബുദ്ധിമുട്ടാകുന്നില്ലേ. പിന്നെ അതിൻ്റെ എടുക്കുന്നത് പെട്ടെന്നൊരു ഓർഡർ വന്ന് എന്ത് റെഡി ഉണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബീഫ് കട്ട്ലറ്റും ഉന്നക്കായി ഉണ്ടായിന്, അത് കൊടുത്ത് പിന്നെ അത് കൊടുത്തിട്ട് അവർക്ക് പിന്നെ ഓർഡർ വേണമെന്ന് പറഞ്ഞു ദുബൈയിലേക്ക് കൊണ്ടുപോകാനുള്ളത്. അങ്ങനെ അത് പിന്നെ ആദ്യമാക്കി. അപ്പോൾ ഞാനിത് പുരയിന്ന് എൻ്റെ ഉമ്മാൻ്റെ പുരയിന്ന് ആക്കിയത്. ഇത് ആടെ പോയതിന് ശേഷം ഓർഡർ പിന്നെയും പറഞ്ഞിട്ടാകുമ്പോൾ ഉന്നക്കായി, റോള്, സമൂസ, കട്ട്ലറ്റ് എല്ലാം ഉണ്ടായിന്. അപ്പോൾ അത് ഡെലിവറി ആക്കിയതിന് ശേഷം അപ്പോൾ ഈ ഒരു ഓർഡർ ഞാൻ കേക്ക് ഞാൻ പറഞ്ഞില്ല 1.5 കിലോൻ്റെ കേക്ക് ബേസാക്കി ഇതാക്കിയിട്ട് പിന്നെ അതാക്കിയിട്ടുണ്ടായ. പിന്നെ ഞാൻ സെയിൽ ഓഫർ പ്രൈസ് ഇട്ടിട്ട് അത് ഒരാൾ 1 കിലോൻ്റെ വേണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആക്കിയിട്ട് കൊടുത്ത്. പിന്നെ അതിന് ശേഷം ഒരു 125 ഉന്നക്കാടിൻ്റെ ഓർഡർ ഉണ്ടായിന്. അത് ഞാൻ കൊടുക്കുന്ന ഷോപ്പില്ല, അടുക്ക് തന്നെ കൊടുക്കാനുണ്ടായത്. അപ്പോൾ രാത്രി 10 മണിക്ക് ശേഷം പറഞ്ഞത് വേണം. പിന്നെ എല്ലാം കായെല്ലാം കൊണ്ടുവച്ച് രാത്രി തന്നെ പണ്ടെല്ലാം ഉണ്ടാക്കി രാവിലെ എണിച്ചിട്ട് ഞായറാഴ്ച രാവിലെ എല്ലാം ഉണ്ടാക്കിയിട്ട് അപ്പോഴേക്ക് കരണ്ട് പോയി, കയ്യോടെല്ലാം ഒടിച്ച്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കരണ്ട് വന്ന് അൽഹംദുലില്ലാ 12 മണിയാകുമ്പോൾ എല്ലാം റെഡി ആയിരുന്നു. 1 മണിയാകുമ്പോൾ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഓർഡർ വിശേഷങ്ങൾ ഇത്ര തന്നെ. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നെ കൺഫേം അല്ലെങ്കിൽ കേക്കിനെല്ലാം ഇങ്ങനെ എല്ലാം ആകുമ്പോൾ നമുക്ക് എത്ര ബുദ്ധിമുട്ടാണെന്ന് അറിയാം. കേക്ക് 2 ടയറിൻ്റെ കേക്കെല്ലാം അങ്ങനെയെല്ലാം ആക്കിയിട്ടാകുമ്പോൾ നമുക്ക് നഷ്ടമല്ല. വേണ്ടെന്നുണ്ടെങ്കിൽ അതാക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതിൽ പഠിച്ചത് നമ്മൾ അഡ്വാൻസ് മേങ്ങാതെ ഇനി ആക്കണ്ട, നമുക്ക് പിന്നെ പൈസ പോകുന്നു, നമ്മളെ പൈസ പോകുന്നു, നമ്മൾ ടൈം പോകുന്നു. ചിലപ്പോൾ ഈ കേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ ഓർഡർ എടുക്കുകയില്ല, അങ്ങനെയെല്ലാം ആണ്. അപ്പോൾ എല്ലാവർക്കും പഠിക്കാനായത്, ഇപ്പം ഇങ്ങനെ ഓർഡർ എടുക്കുന്ന ആൾക്കെല്ലാം പഠിക്കാനായി. അപ്പോൾ ഇനി ചെറിയൊരു അഡ്വാൻസ് എങ്കിലും വാങ്ങിയിട്ട് ഓർഡർ എടുക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ എൻ്റെ നമ്പറുണ്ട്, ഒരുപാട് ആൾ വിളിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം. പിന്നെ എന്തുകൊണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ഡൗട്ട് ചോദിക്കുക, എൻ്റെ കഴിയുന്ന പോലെ ഞാൻ അതിന് റിപ്ലൈ തരും.
പിന്നെ ഒന്ന് പറയാൻ വിട്ടേ. അപ്പോൾ കാഞ്ഞങ്ങാട് ചിത്താരിയിലുള്ള ഒരു ഫാത്തിമ കുട്ടിയുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നോക്കുന്ന ഫാത്തിമ കുട്ടിക്ക് ഓളെ പേര് എൻ്റെ വീഡിയോയിൽ പറയണമെന്നോള് പ്രത്യേകം പറഞ്ഞു, ഓളെ ഉമ്മ വിളിച്ചിട്ടാകുമ്പോൾ. അപ്പോൾ ഓളെ ഉമ്മ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനത്തെ എല്ലാം സ്നാക്സ് എല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിന്. അപ്പോൾ ഫാത്തിമ കുട്ടിക്കൊരു ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.